പാർട്ട് 2 ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് 6:15 തന്നെ ബസ്സെത്തി. ബസ് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വിധത്തിൽ ഇടിച്ചു കയറി ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു. ഇവിടുന്ന് 20 രൂപയാണ് ഹംപിക്ക്. ചെറിയ ബസ്സാണ്, പ്രത്യേകം ഹംപിക്ക് വേണ്ടി തന്നെ പോകുന്ന ബസ്സാണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഞങ്ങളങ്ങനെ ഹംപിയിലെത്തി. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം താമസിക്കാനായിട്ടൊരു റൂം കണ്ടെത്തുക എന്നുള്ളതാണ്. ജോസ് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി ഒരു റൂമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വന്നിറങ്ങുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജോസു യൂട്യൂബിൽ നിന്നൊക്കെ ശേഖരിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു ലൈനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ചേട്ടന്മാർ റൂം കാണിച്ചു തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ്റെ കൂടെ ഞങ്ങളങ്ങ് പോവുകയാണ് റൂം കാണാനായിട്ട്. ഞങ്ങൾ പക്ഷേ ഈ റൂം ഇവിടെ നിന്ന് എടുത്തില്ല, കാരണം ഞങ്ങൾക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ വേറെ ഒരു ലൈനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു ഹോം സ്റ്റേ പോലെ. അപ്പോൾ ഞങ്ങൾ അവിടെ റൂം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ കണ്ടുപിടിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഈ വിരുപക്ഷ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് റൂമായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ട്. ടെമ്പിൾ ഇവിടുന്ന് കാണാൻ പറ്റും, കാണിച്ചു തരാം. അത് ടെമ്പിള്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇടാം കേട്ടോ. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. റൂം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബൈക്കിന് റെൻറ്റ് കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് കമലാപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്, കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ പോയി കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകട്ടോ. ഒരു സ്ഥലമേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ രാവിലെ തന്നെ നോക്കണം.
ബൈക്ക് വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും അത് തിരിച്ച് വന്നിട്ട് ഹംപിയിൽ തന്നെ ബൈക്ക് വാടകയ്ക്ക് എടുക്കുന്നൊരു സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അവിടെയാണെങ്കിൽ നല്ല ഉഷാറൊരു ചേട്ടത്തിയാണ് ഈ ബൈക്ക് റെന്റ് ചെയ്യുന്ന ആള്. ഒരു ലൈസൻസ് ഒക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. രസകരമായ സംഗതി, അവർക്ക് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് കന്നഡ ഒട്ടും അറിയത്തുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ആംഗ്യഭാഷയൊക്കെ ആയിട്ടും കാണിച്ചും പിന്നെ അവിടുത്തെ ഒരു അയൽക്കാരിയുടെ സഹായത്തോടൊക്കെ കൂടി ഞങ്ങൾ ബൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അവരപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, പെട്രോളും ഒക്കെ ഒഴിച്ച് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് എടുക്കുമായിരുന്നു. സൈക്കിളിനേക്കാളും ഭേദമല്ലേ? അല്ല, സൈക്കിൾ നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചവിട്ടി മടുത്തു പോകും. ഇത് പിന്നെ കുഴപ്പമില്ല, പിന്നെ പെട്രോൾ ഓടുന്ന വണ്ടിയില്ലേ. ഇത് മേടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ കൊതിയുന്നത്. അങ്ങനെ നമ്മൾ കാറ്റടിച്ച് പോവാണ്. ഈ ചേച്ചി പോയിട്ട് പമ്പെടുത്തോണ്ട് വന്നു. ചേട്ടൻ അവിടെ നിന്ന് കാറ്റടിക്കുവാണ്. പോയാൽ चलेगा വണ്ണമുള്ളവർക്ക് പറ്റില്ലാന്നിരിക്കൂലേ? വണ്ണുള്ളവര് കയറില്ലാന്നാ പറയുന്നേ. നമ്മൾ തിരിച്ച് പരിഹരിച്ചിട്ടേ ചേട്ടാ. ചേട്ടേ കേട്ടം വരുമ്പോ പയ്യിറങ്ങി നടന്നോളാം. രണ്ടുപേർക്ക് വണ്ണമുള്ളതല്ലേ? ചേച്ചി മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞു നമ്മളെ. എനിക്ക് പണി നടക്കില്ല. അതെല്ലാം ചെന്നപ്പോ ചേച്ചി വയ്യായിരുന്നു തിരിയൊക്കെ. നല്ല ഓണക്കുണ്ടല്ലോ. ഓട്ടക്കാരൻ തംസപ്പൊക്കെ കാണിച്ചു. കയറ്റം പറ്റില്ല, കയറ്റത്തിൽ ഇറങ്ങി നടന്നോളാം. ഈ കയറ്റം പോലും കയറുന്നില്ല. ബൈക്ക് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേനും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹംപി ട്രിപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ തന്നെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലായിരുന്നു. അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ പോലെ തന്നെ നടത്തുന്ന ഒരു ഹോട്ടലായിരുന്നു. അവിടെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു, കുളിച്ച് ഫ്രഷായി കാഴ്ചകൾ കാണാനായിട്ട് തുടങ്ങുവാണ്. ബൈക്ക് ആദ്യം നമ്മുടെ ഹോം സ്റ്റേയുടെ അടുത്ത് തന്നെ ഒന്ന് സേഫായിട്ട് വെക്കുവാണ്. ആദ്യം നമ്മൾ പോകുന്നത് തൊട്ടടുത്തുള്ള ഹംപിയിൽ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ബൈക്കിൻ്റെ ആവശ്യമില്ല, നടന്ന് തന്നെ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വിരുപക്ഷ ടെമ്പിള് കാണാനായിട്ടാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതാണ്.
എന്തോ ദേവസ്ഥാനമാണെന്ന് തോന്നുന്നു. ക്ഷേത്രമതിലിൻ്റെ അകത്ത് ഒരു ആന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ദക്ഷിണ കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം ആന പ്രത്യേകം ഒരു അനുഗ്രഹം കൊടുക്കും. ആളുകൾ വളരെ ഭക്തിയോടുകൂടിയും ആശ്ചര്യത്തോടു കൂടിയൊക്കെ ആനേനെ തൊട്ട് ബഹുമാനിക്കുന്നതൊക്കെ ഉണ്ട്. ആനയുടെ അനുഗ്രഹം ഒന്നും മേടിക്കാൻ നിൽക്കുന്നില്ല. കൊരണ്ടി അതൊക്കെ കല്ലിന്റെ കൊടി കൊത്തുണ്ട്. വിരുപക്ഷ ക്ഷേത്രം പൂജയൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിലെ വീഡിയോയോ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ അനുവാദമില്ല. പക്ഷെ ക്ഷേത്രത്തിന്റെ ഈ ശ്രീകോവിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് കയറാനും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അനുവാദമുണ്ട്. കല്ല് കീറി തന്നെ ഇതുപോലെ മാർക്ക വെച്ച് അതിൽ ഡിസൈൻ ഇട്ട് കൊത്തുപണിയെല്ലാം ചെയ്ത് പലതരം ക്ഷേത്രങ്ങളും പല പല ഡേറ്റുകൾ പലരും ഇങ്ങനെ വെച്ചിരിക്കുക. ഭയങ്കര സംഭവം ഈ സംഭവം. അല്ലെ ആൾക്കാരെ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുകയും ശാലകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പഠിക്കുകയും അതുപോലെ തന്നെ ഈ കളരി പോലെയോ ശിവലിംഗം പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഭയങ്കര പീസ്ഫുള്ളല്ലേ. അങ്ങോട്ട് പോയി നോക്കിയാലേട്ടാ സെറ്റപ്പടി കല്ലിന്റെ പീസേ കൊത്തി ഓരോ ബീമിന് അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നോക്കി വിരുപക്ഷ ക്ഷേത്രം ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. പമ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വിരുപക്ഷ ക്ഷേത്രം. അതിന് കാരണങ്ങൾ വേറൊന്നുമല്ല. 7-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന് നൂറ്റാണ്ടുകൾ മുൻപ്. എങ്കിലും വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വലിയ ക്ഷേത്ര സമുച്ചയം രൂപപ്പെടുത്തിയെടുക്കുകയും അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തി വരികയും ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ
ഹംപി നഗരം തകർക്കപ്പെടുമ്പോൾ തകർക്കപ്പെടാതെ അവശേഷിച്ച ഒരേ ഒരു ക്ഷേത്രമാണ് വിരുപക്ഷ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആ വലിയ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിരുപക്ഷ ക്ഷേത്രം. ഹംപിയുടെ കാഴ്ചകളിൽ വിരുപക്ഷ ക്ഷേത്രം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും വളരെ മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ സമയപരിധി മൂലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും അടുത്ത എപ്പിസോഡ് തീർച്ചയായും കാണണം. കാരണം അത്ര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. കാരണം അത്ര മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ.